ഇന്നലെ ഞങ്ങൾ കോതമംഗലത്ത് പോയിട്ട് തിരിച്ചു വന്ന സമയത്ത് കുറച്ച് ചീര മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ രാവിലെ തന്നെ തോരൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യമേ നമ്മൾ സവാള അരിഞ്ഞെടുത്തതിൻ്റെ ബാലൻസ് അവിടെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാനൊരു ചോപ്പറിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് കുരുകുരുന്ന് അരിഞ്ഞെടുത്തു കേട്ടോ. പിന്നെ ചീരയൊക്കെ ഞാൻ ഇതുപോലെ തന്നെ ചോപ്പറിലിട്ട് അരിഞ്ഞ് തലേന്ന് തന്നെ ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അതേ ഒരു ചട്ടി വെച്ചെടുത്ത് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് നമ്മൾ സവാള ഇട്ട് കൊടുത്തു. ഞാൻ കുറച്ച് കടുകും പൊട്ടിക്കുന്നുണ്ട് കേട്ടോ. സവാള ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മൊരിഞ്ഞ് വരുമ്പോൾ നമ്മൾ അതിലേക്ക് ഇടിച്ച മുളകാണ് ഇട്ട് കൊടുക്കണം. ഇടിച്ച മുളകും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള ആ ഒരു ചീരയും കൂടി ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും കൂടെയും ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ആവുമല്ലോ ചീരത്തോരനൊക്കെ. ആ സമയത്ത് ഇതേ ഇക്ക വാഴയിലയിൽ അപ്പം പൊതിഞ്ഞെടുക്കണതാണ്. ഇന്ന് ഉച്ചയ്ക്ക് ഇക്ക ചോറ് കൊണ്ടുപോകണില്ല, അപ്പം അതുപോലെ തന്നെ മീൻകറിയാണ് കേട്ടോ കൊണ്ടുപോകണേ. അപ്പോൾ അതേ കുറച്ച് തേങ്ങയും കൂടെ ചിരവി എടുത്തിട്ട് നമുക്ക് ചീരയിലേക്ക് ഇട്ട് കൊടുക്കാം. ചീര ഇട്ട് ആ ഒരു ടൈമിൽ തന്നെ തേങ്ങ ചിരവി എടുത്ത് അതും കൂടെ ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ ചീരത്തോരൻ റെഡി ആവുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ലഞ്ചിന്